എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ കോർപ്പറേഷൻ്റെ മേയറല്ലേ. ഒരു മേയർ എന്ന നിലയ്ക്ക് കോർപ്പറേഷൻ്റെ തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഒരു കേന്ദ്രമന്ത്രി വന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോകേണ്ടതെന്നാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് പോകാൻ നിർബന്ധിതമാണ്. ഞാൻ പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം തന്നെ വേറെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇതുപോലെ തന്നെ പല സംരംഭങ്ങളിലും മുമ്പും ഇതുപോലെ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ രാജ്യസഭ MP ആയിരുന്ന സമയത്ത് 1 കോടി രൂപ തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്, നമ്മുടെ അവിടെ ഒരു പുരോഗതി വളരെ അത്യാവശ്യമല്ലേ. ആ പുരോഗതിക്ക് അദ്ദേഹം പല പദ്ധതികളും അദ്ദേഹം തയ്യാറാക്കുന്നത് നല്ല കാര്യം. അത് തൃശ്ശൂർക്കാർക്ക് ഗുണകരമായി വരണ്ടേ. അതിനകത്തൊരു രാഷ്ട്രീയം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന് കൊണ്ടുവരുന്ന വലിയ പദ്ധതികൾ കൊണ്ടുവരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് കേരളത്തിനും അതുപോലെ തൃശ്ശൂർക്കും വലിയ ഗുണകരമായി വരും. കാരണം അദ്ദേഹത്തിൽ വലിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മുമ്പ് മനസ്സിലായിട്ടുണ്ട്. സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടിൽ കൂടി ആഗ്രഹങ്ങളിൽ കൂടി ഒരു മേയർ എന്ന നിലയ്ക്ക് എന്നോട് ആശയവിനിമയം ചെയ്തു എന്നതിൽ കവിഞ്ഞ് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയം ഇതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനൊരു സംഭവം ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് വല്ല പ്രത്യേക വൈരാഗ്യം കൊണ്ടാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ നാട് നന്നാവാൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് നാടിന് വേണ്ടി ചെയ്യണ്ടേ. അതിനല്ല എന്നെ അവിടെ മേയറാക്കി ഇരുത്തിയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് നമ്മളിപ്പോൾ ആര് തന്നാലും നമ്മളത് സ്വീകരിക്കണ്ടേ. അങ്ങനെ രാഷ്ട്രീയത്തിൽ പേര് പറഞ്ഞ് എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കതറിയില്ല. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഞാൻ മറ്റൊരു രാഷ്ട്രീയം കണ്ടിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയെയും താഴ്ത്തിക്കെട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്.